പാച്ചിമേടായി മക്കളെ. നീലിമല കഴിഞ്ഞ് പാച്ചിമേട്. മക്കളെ ഇതാണ് പാച്ചിമേട്. പാച്ചിമേടിൽ ഉണ്ടറിയാനായിട്ട് ഞാൻ അരിയുണ്ട കണ്ടോ അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ അരിമാവ് കുഴച്ചതല്ല കേട്ടോ, ഇത് നമ്മൾ നല്ലത് ഉണ്ടാക്കി കൊടുക്കുക. അപ്പം അത് നമുക്കൊന്ന് അറിയാം. ഓക്കെ, കുരങ്ങച്ചൻ്റെ കുറുമ്പ് കാട്ടുന്നുണ്ട്. കുരങ്ങച്ചൻ ഇരുന്ന് കുറുമ്പ് എന്തെങ്കിലും കെട്ടി പിടിച്ച് വലിച്ച് കൊണ്ടുപോകാൻ കുരങ്ങച്ചൻ. ഞാൻ തണ്ണിമത്തൻ കഴിക്കുകയാണ് മക്കളെ. പാച്ചിമേടൊക്കെ കയറി കഴിഞ്ഞപ്പോഴേ ദാഹിക്കണം. തണ്ണിമത്തൻ ഇതിനെ നോക്കണം. ഒരു കുരങ്ങച്ചൻ അല്ല, ഇത് കൊണ്ടുപോകും. കുരങ്ങച്ചൻ അല്ല, കുരങ്ങച്ചൻ എൻ്റെ അടുത്ത് വന്നൊരു കുരങ്ങച്ചൻ ഇരിക്കുകയാണ്. കണ്ടുപോകും. അങ്ങനെ മക്കളെ ഈ ശബരിമല ദർശനമൊക്കെ കഴിഞ്ഞിറങ്ങുക. ഇന്നലെ പോകണമെന്ന് ഇന്നലെ തന്നെ ദർശനം ചെയ്തിറങ്ങണം എന്നൊക്കെ കരുതി. പക്ഷെ എൻ്റെ മക്കളെ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല കേട്ടോ. ഇന്നലെ പുലർച്ചെ പമ്പയിലെത്തി, കുറച്ചു നേരം വിശ്രമിച്ചു. പിന്നെ ദർശനത്തിന് ഓൺലൈനിൽ ദർശനത്തിന് ബുക്കിങ് ചെയ്തു. അത് കിട്ടുമ്പോൾ ഒരു 11:30-12 അതിനുശേഷം എന്തുണ്ടായി, ദർശനത്തിനായിട്ട് വരി നിന്നു. അങ്ങനെ ദർശനത്തിന് വരി നിന്ന് ദൈവി ഉച്ച അങ്ങോട്ട് ആയപ്പോൾ അങ്ങോട്ട് കടല് പോലെ ജനം ഇങ്ങോട്ട് വന്നു. പിന്നീട്ട് അങ്ങോട്ട് ശരംകുത്തിയാല് മുതൽ അങ്ങോട്ട് ബ്ലോക്കായിരുന്നു. കുറേശ്ശെ ആൾക്കാരെ കയറ്റുക. അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോഴും ബ്ലോക്കാണ് കേട്ടോ. വരി നിൽക്കാണ് ജനങ്ങൾ. ഇത്രമാത്രം ജനങ്ങൾ ഞാനങ്ങോട്ട് കേട്ടു എന്ന് പറയുന്നു. ഞാൻ വരി കാട്ടി തരേ. ഇപ്പോൾ ആൾക്കാർ ദർശനത്തിൽ നിൽക്കണം. വരി കാട്ടി ചെയ്യാ വരി കാണാനല്ല. കാണുന്ന ഒക്കെ ദർശനത്തിന് പോയാൽ ഞങ്ങൾ എത്രയോ കിലോമീറ്റർ അകലെ തൊട്ടിരിക്കാൻ നിൽക്കണത് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞാൻ അവർക്ക് ദർശനം ചെയ്യണം. ഇതേപോലെയായിരുന്നു ഇന്നലെ ഞങ്ങളുടെ കാര്യം. അങ്ങനെ സന്നിധാനത്തിൻ്റെ അവിടെ അങ്ങോട്ട് പന്തലിലേക്ക് എത്തുക. അപ്പം തന്നെ ഭഗവാന്റെ ഉറക്കപ്പാട്ട് അങ്ങോട്ട് ചൊല്ലി ഹരിഹരാസനം പാടി നട അടച്ചു. പിന്നപ്പോൾ മനസ്സിലായി നമുക്ക് ദർശനം കിട്ടില്ല എന്നൊക്കെ നമുക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, ഓരോ കാല് വയ്ക്കാനുള്ള പഴുതുള്ള അവിടെയൊക്കെ അങ്ങോട്ട് കിടന്നു. ചുരുളണ പോലെ ചുരുണ്ടൊക്കെ അങ്ങോട്ട് കിടന്ന് അങ്ങനെ കഴിഞ്ഞപ്പോൾ കേൾക്കണ്ട് എല്ലാവരും മുകളിൽ കയറ്റുന്നുണ്ട് മുകളിൽ വരി നിർത്തുന്നുണ്ടെന്ന് പറഞ്ഞു. ജവാളിയുടെ തിരക്കാൻ ആൾക്കാർ തോന്നുകൊണ്ടുപോയി. അപ്പോൾ മുകളിൽ എല്ലാവരെയും 18-ാം പടി കയറ്റി നിർത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ കിടന്നിടത്തുനിന്നൊക്കെ തട്ടിപ്പടഞ്ഞരിച്ചു. അപ്പോൾ ജനങ്ങളൊക്കെ ഇങ്ങനെ കയറുന്നുണ്ട്. അങ്ങനെ കയറി
തേങ്ങ 18 മടിയിൽ അവിടെ അടിച്ച് അങ്ങോട്ട് മുകളിലെത്തിയപ്പോൾ പറയുകയാണ്. അതിൻ്റെ മുകളിലെത്തിയപ്പോൾ ഇവരെന്താ ചെയ്തത്, ഈ കയറ്റി വരുന്ന ആൾക്കാരെ മൊത്തം മുകളിലേക്ക് കയറ്റിയിട്ട് ഇവര് മാളികപ്പുറത്താൻ വേണ്ട നടയിൽ കൂടെ അങ്ങോട്ട് വഴി കൂടെ പുറത്തേക്ക് വിടുകയാണ് ചെയ്തത്. അല്ലാണ്ട് അതിൻ്റെ മുകളിൽ എല്ലാവരും വിചാരിച്ചു അതിൻ്റെ മുകളിൽ ഇവരെ വരി നിർത്താനാവും, എന്തിട്ട് വെളിച്ചാകുമ്പോൾ ദർശനത്തിന് ഇരിക്കുമെന്ന്. എവിടെ ഇത്രയും ജനങ്ങൾ അവരങ്ങോട്ട് ഈ 12 മണിക്ക് പമ്പയിൽ നിന്ന് പുറപ്പെട്ടിട്ട് 11 മണി വരെ വരിയിൽ നിന്ന് ബുദ്ധിമുട്ടി അവരൊക്കെ ചേട്ടാന്ന് പറഞ്ഞങ്ങോട്ട് മുകളിൽ കയറ്റി. എല്ലാവർക്കും സന്തോഷമായി. പക്ഷേ എന്താ പറയുക, അവരങ്ങോട്ട് മാളികപ്പുറത്തെ ആ വഴി കൂടെ പുറത്തേക്കാണ് വിട്ടു. നിങ്ങൾ നാളെ വരി നിന്നിട്ട് തൊഴുതോളാനാണ് പറഞ്ഞു. ഭയങ്കര കഷ്ടാട്ടായി ഈ ശബരിമലയിൽ ചെയ്യണ കാര്യങ്ങൾ. ആദ്യം കൊതിയും തീർന്നെന്നാ പറയുന്നുണ്ട് മനുഷ്യർ. എന്നിട്ട് എന്താ ചെയ്യുക, മനുഷ്യർ കടൽ പോലെ ഇങ്ങോട്ട് ശബരിമലയ്ക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താ ചെയ്യുക? അങ്ങനത്തെ അവസ്ഥയാന്ന് പറയുക എൻ്റെ മക്കളെ. അപ്പോൾ എന്താ, ഇപ്പോൾ ഞാനിത് വീട്ടിലേക്ക് ഇറങ്ങുകയാണ്. വീട്ടിലേക്കുള്ള യാത്രയില്ല, ശബരിമലയിൽ നിന്ന് പമ്പയിലേക്കുള്ള യാത്രയാണ്. ഇനി പമ്പയിൽ പോയിട്ട് വേണം ബസ്സിൻ്റെ കാര്യമൊക്കെ അറിയാം. ബസ് എപ്പോഴാണ് എന്താണെന്നൊക്കെ അറിയാം. എന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് കയറും, പെട്ടെന്ന് തന്നെ നാട്ടിലെത്തും കേട്ടോ. അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ നമുക്കിനി കാണാം മക്കളെ. പിന്നെ എന്തെന്നാ പറയുക, വീഡിയോ ഒക്കെ എടുത്തു, കുറേശ്ശെ വീഡിയോ ഒക്കെ എടുത്തു. പക്ഷെ എന്താ ചെയ്യുക, ഇവിടെ റേഞ്ച് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായിട്ടില്ല. ഒരു ഫോൺ വിളിക്കാൻ പോലും റേഞ്ചില്ല. വീഡിയോ ഒന്നും ഇന്നലെ അയക്കാൻ പറ്റിയില്ല കേട്ടോ. ഇന്ന് അയക്കാൻ. ശരി അപ്പോൾ.